Hi friends, welcome to English Mithra. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിഗിനേഴ്സിൻ്റെ അതായത് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ, സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഗ്രാമറും സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഒക്കെ പഠിച്ചു വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണമല്ലോ. അപ്പോൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊന്ന് കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ മലയാളത്തിൽ തന്നെ ചോദിക്കുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഇംഗ്ലീഷും അതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ മറുപടി പറയാമെന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, ബേസിക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി കോൺവെർസേഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന 10 സിമ്പിൾ ക്വസ്റ്റ്യൻസും അതിനെങ്ങനെ ഇംഗ്ലീഷിൽ മറുപടി പറയാം എന്നുള്ളതിൻ്റെ ആൻസേഴ്സ്. ഓക്കെ ഓക്കെ എൻ്റെ അടുത്ത് കുറച്ച് എവറിഡേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? നിങ്ങൾ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? നിങ്ങൾ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് വെൻ ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, വെൻ ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കാം. എപ്പോഴാണ് എന്നുള്ളതിന് പകരമാണ് നമ്മൾ വെൻ യൂസ് ചെയ്യുന്നത്. ഈ കഴിക്കുക എന്നുള്ളതിന് പകരമാണ് പലർക്കും സംശയം ഈറ്റ് അല്ലേ വരുന്നത്. പക്ഷെ കുറച്ചുകൂടി ബെറ്റർ, നല്ലൊരു വാക്കെന്ന് പറയുന്നത് ഹാവ് ആണ്. കഴിക്കുക എന്നുള്ളതിന് പകരം നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ വെൻ ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, എപ്പോഴാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇനി ഇത് ബ്രേക്ക്ഫാസ്റ്റിന് വരെ എപ്പോഴാണ് നിങ്ങൾ ലഞ്ച് കഴിക്കുന്നത് എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ ചോദിക്കും? വെൻ ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന്. ലഞ്ച് കഴിക്കുന്നതിന് വെൻ ഡു യു ഹാവ് ലഞ്ച്. ഡിന്നർ ആണെങ്കിൽ വെൻ ഡു യു ഹാവ് ഡിന്നർ. അപ്പൊ നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നതെന്നാണ് ചോദിച്ചത്. അത് ജനറൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇനി നമുക്ക് എപ്പോഴാണ് നീ കഴിച്ചതെന്ന് ചോദിക്കണം. എപ്പോഴാണ് നീ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, അല്ലെങ്കിൽ നീ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എന്ന് ചോദിക്കണമെങ്കിൽ വെൻ ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാവും. എപ്പോഴാണ് കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡു യു ഹാവ് എന്നുള്ളതും, എപ്പോഴാണ് കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വെൻ ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ചോദിക്കാം. അപ്പം നമ്മളിത് ചോദിച്ചു. ഇനി ഇതിനെങ്ങനെ മറുപടി പറയുന്നത്? വെൻ ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? I have breakfast at 7:30 a.m. I have breakfast at 7:30 a.m. പക്ഷേ ഇത് നമ്മൾ പ്രസന്റ് ടെൻസിൽ ചോദിക്കുമ്പോഴാണ് when do you have your breakfast ചോദിക്കുമ്പോഴാണ് when did you have your breakfast കഴിച്ചോ എന്നാണെങ്കിൽ എപ്പോഴാണ് കഴിച്ചത്? I had my breakfast at 7:30 a.m. അതായത് എപ്പോഴാണ് കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇത്ര മണിക്ക് കഴിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഹാഡ് ആണ് യൂസ് ചെയ്തത്. ഞാൻ 7:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് യൂസ് ചെയ്യണം കേട്ടോ. സമയത്തിന് മുന്നേ അറ്റ് യൂസ് ചെയ്യണം. ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7:30 a.m. ഞാൻ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ 7:30ക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, സാധാരണ കഴിക്കുന്നത്. അങ്ങനെ പറയുമ്പം ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7:30 a.m. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ അടുത്ത. ഓക്കെ, ഇനി അടുത്ത ചോദ്യം വളരെ ബേസിക് ആണ്. നീ എപ്പോഴാണ് ഓഫീസിൽ പോകുന്നത്? When do you go to office? When do you go to office? സോറി, എപ്പോഴാണെന്നല്ല, നീ എങ്ങനെയാണ് ഓഫീസിൽ പോകുന്നത്? How do you go to office? How do you go to office? എങ്ങനെ, എപ്പോഴെന്നുള്ളതിന് നമ്മൾ when യൂസ് ചെയ്യും. അതുപോലെ തന്നെ എങ്ങനെ എന്നുള്ളതിന് പകരം നമ്മൾ how ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നീ എങ്ങനെയാണ് ഓഫീസിൽ പോയെന്ന് ചോദിക്കാനായിട്ട് How do you go to office? എങ്ങനെയാണ് ഓഫീസിൽ പോകുന്നത്? How do you go to office? എങ്ങനെയാണ് പോയത് എന്നാണെങ്കിലോ നീ എങ്ങനെയായിരുന്നു? How did you go to office today? Maybe. Go to office today. എങ്ങനെയാണ് നീ പോയത് എന്നാവുമ്പോൾ how did you go എന്നാവും. എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ how do you go എന്നാവും. ഓക്കെ, അപ്പോൾ How did you go to office today? ഇപ്പം ഞാൻ പറയാണ്, ഞാൻ ഇന്ന് ഓഫീസിൽ കാറിലാണ് പോയത് എന്ന് പറയണമെങ്കിൽ പോയെന്നല്ല, ഞാൻ കാറിലാണ് പോകാറുള്ളത്, ഞാൻ ഓഫീസിൽ കാറിലാണ് പോകാറുള്ളത് എന്നാണെങ്കിൽ ഞാൻ പറയും ഐ ഗോ ടു ഓഫീസ് ബൈ കാർ എന്ന് പറയും. ഐ ഗോ ടു ഓഫീസ് ബൈ കാർ. ഞാൻ കാറിലാണ് ഓഫീസിൽ പോകുന്നത്. ഇനി ഞാൻ ബസ്സിലാണ് പോകുന്നതെങ്കിൽ ഐ ഗോ ടു ഓഫീസ് ബൈ ബസ്. ഇനി ബൈക്കിലാണെങ്കിലും ബൈ ബൈക്ക് എന്ന് പറയാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ബൈ ബൈക്ക് എന്നും പറയാം. സോ ബൈ യൂസ് ചെയ്യുന്നതാണ് സേഫ്. എന്താണെന്ന് വെച്ചാൽ ഇന്നോണം എപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും. ഈ ബൈ യൂസ് ചെയ്യുമ്പോൾ അത് സേഫ് ആണ്. ഐ ഗോ ടു ഓഫീസ് ബൈ കാർ, അല്ലെങ്കിൽ ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്, എന്താണെന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇനി ഞാൻ കാറിലാണ് ഓഫീസിൽ പോയത് എന്നാണെങ്കിലോ ഐ വെന്റ് ടു ഓഫീസ് ബൈ കാർ എന്നാവും. വെന്റ് ആവും അവിടെ, പോയത് എന്നാവുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പം അടുത്ത ഞാൻ ചോദിക്കാമേ.
ഇങ്ങനെയാണ്, നിനക്ക് അവനെ അറിയാമോ? നിനക്ക് അവനെ അറിയാമോ? അതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അതെ. ഡു യു നോ ഹിം? നിനക്ക് അവനെ അറിയാമോ? ഡു യു നോ ഹിം? ഡു യു നോ ഹിം? നിനക്ക് അവനെ അറിയാമോ? ഡു യു നോ? അതിന് വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, സിമ്പിൾ ഫ്രേസ് ആണ്, അതങ്ങ് പഠിച്ചിരുന്നാൽ മതി. നിനക്ക് അവനെ അറിയാമോ? ഡു യു നോ ഹിം? അപ്പൊ ഇതിന് നമ്മൾ എങ്ങനെ മറുപടി പറയുന്നത്? ഡു യു നോ ഹിം? ഇപ്പൊ ഞാൻ ചോദിക്കാം, യെസ് ഐ നോ ഹിം. അതിൻ്റെ കൂടെ നമ്മൾക്ക് എങ്ങനെ അറിയാവുന്നതെന്നും കൂടെ വേണമെങ്കിൽ പറയാം. യെസ് ഐ നോ ഹിം, ഹിസ് മൈ കൊളീഗ്, അല്ലെങ്കിൽ യെസ് ഐ നോ ഹിം, ഹിസ് മൈ ക്ലാസ്മേറ്റ്. അതെ, എനിക്ക് അവനെ അറിയാം. യെസ് ഐ നോ ഹിം, എനിക്ക് അവനെ അറിയാം എന്ന് പറയുന്നതാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഐ നോ ഹിം എന്ന് പറയുന്നത്. അതെ, എനിക്ക് അവനെ അറിയാം. യെസ് ഐ നോ ഹിം, ഹീസ് മൈ ക്ലാസ്മേറ്റ്, അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അല്ലെങ്കിൽ ഹീസ് മൈ കൊളീഗ് എന്ന് വെച്ചാൽ അവൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. ഹീസ് മൈ കൊളീഗ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മറുപടി അറിയാം. ഇനി അറിയില്ലെങ്കിൽ എങ്ങനെ പറയും? നോ ഐ ഡോണ്ട് നോ ഹിം. നോ ഐ ഡോണ്ട് നോ ഹിം, ഇല്ല എനിക്ക് അവനെ അറിയില്ല. ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നാണ് അർത്ഥം. നോ ഐ ഡോണ്ട് നോ ഹിം, അവനെ. ഹിം എന്ന് പറയുമ്പോൾ അവനെ. ഓക്കെ. ഇനി നിനക്ക് അവളെ അറിയാമോ? ഡു യു നോ ഹർ? നിനക്ക് അവരെ അറിയാമോ? ഡു യു നോ ദം? അപ്പം അതനുസരിച്ച് വാക്കുകൾ മാറുന്ന അനുസരിച്ച് നിങ്ങൾ മാറ്റി മാറ്റി യൂസ് ചെയ്യുക. അവളെന്ന് പറയുമ്പോൾ ഹെർ ആകും, അവരെന്ന് പറയുമ്പോൾ ദം ആവും, അവനെന്ന് പറയുമ്പോൾ ഹിം ആവും. സോ അക്കോർഡിംഗ്ലി മാറ്റി മാറ്റി യൂസ് ചെയ്യാം. ഇനി അടുത്തത് ഞാനല്ലേ ചോദിക്കണ്ടേ? ഓക്കെ. നീ എപ്പോൾ വരും? വെൻ വിൽ യു കം? എപ്പോൾ എന്നുള്ളതിന് വെൻ എന്നാണ് യൂസ് ചെയ്യുക. വെൻ വിൽ യു കം? നീ എപ്പോൾ വരും? വെൻ വിൽ യു കം? അപ്പം ഇതിന് എങ്ങനെ മറുപടി പറയാം? ഓക്കെ, ഞാൻ പറയാം. ഞാൻ ഞായറാഴ്ച വരുമെന്ന് രേവതി എങ്ങനെ പറയും? ഞാൻ ഞായറാഴ്ച വരും. ഐ വിൽ കം ഓൺ സൺഡേസ്. അതായത് സൺഡേ, അതായത് നമ്മൾ ദിവസങ്ങളുടെ പേര് പറയുമ്പോൾ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഇതിൻ്റെയൊക്കെ മുന്നേ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ഐ വിൽ കം ഓൺ സൺഡേ എന്നാണ് പറയാം. ഞാൻ വരും എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ വിൽ കം എന്ന് യൂസ് ചെയ്യുന്നത്. ഐ വിൽ കം ഓൺ സൺഡേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആരാ? അക്സയല്ലേ ചോദിക്കുന്നത്? യെസ്. ഓക്കെ. ഇതാരുടെ പുസ്തകമാണ്? ഇതാരുടെ പുസ്തകമാണ്? പുസ്തകം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇട്ടതാണ്. എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഒരു സാധനം കിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് കണ്ടു, അപ്പോൾ നിങ്ങൾ ഇത് ആരുടേതാണ് എന്ന് ചോദിക്കില്ലേ? അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൂസ് എന്നാണ്. ഹൂസ് ബുക്ക് ഈസ് ദിസ്? ഇത് ആരുടെ പുസ്തകമാണ്? അതൊരു പെൻസിലാണെങ്കിലോ ഹൂസ് പെൻസിൽ ഈസ് ദിസ്? ഹൂസ് ഇത് ആരുടെ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരുടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൂസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹൂസിന്റെ സ്പെല്ലിംഗ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. WHOSE പറയുന്നത് പോലെ അല്ല സ്പെല്ലിങ്. ഓക്കെ, ഇനി അതിന് ഉത്തരം എങ്ങനെ പറയും? ഇറ്റ്സ് ഹിസ് ബുക്ക്, ഇറ്റ്സ് ഹെർ ബുക്ക്, ഇറ്റ്സ് their book. ഇറ്റ്സ് their book, ഇത് അവരുടെ. ഇറ്റ്സ് our book. അതെ, ഹിസ് എന്ന് പറയുമ്പോൾ അവൻ്റേത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് ഹിസ്. ഹിസ് എന്ന് പറയുമ്പോൾ ഇത് അവൻ്റേതാണ്. ഇനി ഇത് അവളുടേതാണെങ്കിൽ ഇറ്റ്സ് ഹേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് ഹേഴ്സ്, അവളുടേതാണ്. അവരുടേതാണെങ്കിലോ ഇറ്റ്സ് theirs എന്ന് പറയും. സോ അക്കോർഡിംഗ്ലി നമ്മൾ മാറ്റി മാറ്റി പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ആരായിരുന്നു? രേവതി ചോദിക്കണ്ടേ? ഇതാണോ ശരിയായ ഉത്തരം? Is this the right answer? ഇതാണോ ശരിയായ ഉത്തരം? Is this the right answer? ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ is this എന്നാണ് യൂസ് ചെയ്യേണ്ടത്. പലരും ഇത് തെറ്റിക്കാറുണ്ട്. ഡസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഡസ് അല്ല യൂസ് ചെയ്യേണ്ടത്, ഇസ് ആണ്. ഇതാണോ, is this എന്നാണ് പറയേണ്ടത്. ഇതാണോ നിന്റെ പുസ്തകം? is this your book എന്നാണ് ചോദിക്കേണ്ടത്. സോ ഇതാണോ എന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ വരികയാണെങ്കിൽ is this എന്ന രണ്ട് വാക്കുകൾ യൂസ് ചെയ്യാം. ഇതാണോ ശരിയായ ഉത്തരം? is this the correct answer? അപ്പം ഇത് മറുപടി. അതെ, ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. Yes, this is the right answer. This is the right answer. ഇതാണ് ശരിയായ ഉത്തരം. അല്ല, ഇത് തെറ്റാണെങ്കിൽ no, this is wrong എന്ന് പറയാം. wrong എന്ന് പറഞ്ഞാൽ തെറ്റെന്നാണ് അർത്ഥം വരിക. ഇനി ഓക്കെ, ഡെയിലി യൂസ് ചെയ്യേണ്ടിവരുന്ന കേട്ടോ. ഓക്കെ, എനിക്ക് കുറച്ച് വെള്ളം തരാമോ? എനിക്ക് കുറച്ച് വെള്ളം തരാമോ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ക്യാൻ യു ഗിവ് മീ സം വാട്ടർ, അല്ലെങ്കിൽ ക്യാൻ യു ഗെറ്റ് മീ സം വാട്ടർ, കൊണ്ടുതരുമോ എന്ന് ചോദിക്കാനായിട്ട് ക്യാൻ യു ഗെറ്റ് മീ സം വാട്ടർ എന്ന് പറയാം. തരാമോ എന്ന് ചോദിക്കാനായിട്ട് ക്യാൻ യു ഗീവ് മീ സം വാട്ടർ. വളരെ സിമ്പിളാണ്. ഇത് ആക്ച്വലി നമ്മൾ ഈ ക്യാൻ യു എന്നുള്ളത് അത് പഠിച്ചു വെക്കുകയാണെങ്കിൽ പലയിടത്തും യൂസ് ചെയ്യാം. ക്യാൻ യു പാസ് മീ ദ സോൾട്ട്, ക്യാൻ യു ഗീവ് മീ ദാറ്റ് ബുക്ക്,
അല്ലെങ്കിൽ ക്യാൻ യു ഹെൽപ്പ് മീ, അങ്ങനെ ചെയ്യാൻ കഴിയുമോ, ഒരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ സഹായിക്കുമോ കഴിയുമോ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു ഫ്രേസ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് കാണാതെ നിങ്ങൾ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാം. ക്യാൻ യു ഗീവ് മീ ദ ബുക്ക്, അല്ലെങ്കിൽ ക്യാൻ യു ഗീവ് മീ സം വാട്ടർ, അങ്ങനെ പല ഫ്രേസസ് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് മറുപടി എങ്ങനെ പറയും? ക്യാൻ യു ഗീവ് മീ? ഷുവർ, വൈ നോട്ട്. ഷുവർ, വൈ നോട്ട്. എന്തുകൊണ്ട് പറ്റില്ല? ഉറപ്പായിട്ടും തരാം. അങ്ങനെ ഷുവർ, വൈ നോട്ട്. ഇനി തരാൻ പറ്റില്ല എന്നുള്ള ഒരിക്കലും പറയില്ല, അത് ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? Do you need anything else? Do you need anything else? വേറെ എന്തെങ്കിലും എന്നുള്ളതിനാണ് anything else എന്ന് നമ്മൾ പറയുന്നത്. anything else. നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? Do you need anything else? ഓക്കെ, വേണോ എന്ന് ചോദിക്കുന്നതിനാണ് നമ്മൾ നീഡ് എന്ന് പറയുന്നത്. മീൻസ് ആവശ്യമുണ്ടോ, നീഡ് എന്ന വാക്കാണ് വരുന്നത്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഡു യു നീഡ് എനിത്തിങ് എൽസ്? മറുപടി എന്തായിരിക്കും? No, not at all. Or maybe yes, I need something. Yes, I need something. For example, നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോവാണ്, അപ്പം നമ്മൾ വെയിറ്റർ എന്ന് ചോദിക്കുകയാണ്, ഡു യു നീഡ് എനിത്തിങ് എൽസ്? അപ്പം നമ്മൾ യെസ് ഐ നീഡ് സം വാട്ടർ എന്ന് പറയാം. എനിക്ക് വേണം അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് നീഡ് എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഐ നീഡ് ദിസ് അല്ലെങ്കിൽ ഐ നീഡ് ദാറ്റ് എന്താണെന്ന് വെച്ചാൽ പറയാം. ഇല്ല നിങ്ങൾക്ക് ഒന്നും വേണമെങ്കിൽ നോ, no, we are fine. അല്ലെങ്കിൽ നോ താങ്ക്സ് എന്ന് വേണമെങ്കിൽ നോ താങ്ക് യു, നോ താങ്ക്സ് എന്ന് പറയാം. Yes. So that is that. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ? Okay. നീ നിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തോ? നമ്മൾ ഓഫീസിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. ഓഫീസിൽ ചോദിക്കാം, കുട്ടികളുടെ അടുത്ത് ചോദിക്കാം, ഇതൊക്കെ ചോദിക്കാം. ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തോ നമ്മൾ ചോദിക്കത്തില്ലേ? അപ്പം ആളുകൾക്ക് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫിനിഷ് എന്ന വാക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഇതാണ്. ഫിനിഷ്, തീർത്തു എന്നുള്ളതിന് ഫിനിഷ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യാൻ താല്പര്യം. പക്ഷേ അല്ല, യു ക്യാൻ ആസ്ക് ലൈക്ക് ദിസ്, ഡിഡ് യു കംപ്ലീറ്റ് യുവർ വർക്ക്? നീ നിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തോ എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഡിഡ് വന്നത്. കാരണം കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഡിഡ് യു കംപ്ലീറ്റ് യുവർ വർക്ക്? നീ നിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തോ? ഡിഡ് യു കംപ്ലീറ്റ് യുവർ വർക്ക്? ഫിനിഷ് എന്ന് ചോദിക്കരുത്, കംപ്ലീറ്റ് ചോദിച്ചാൽ മതി. ഫിനിഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തേ. ക്ലാസ്സിൽ പണ്ട് ഹോംവർക്ക് ചെയ്യാൻ തന്നു മാം. ക്ലാസ്സിലേക്കാണ് ആദ്യം കഴിയുന്ന സ്റ്റുഡൻറ്, മാം ഐ എം ഫിനിഷ്ഡ്. ഐ എം ഫിനിഷ്ഡ് അതായത് തെറ്റാണ്. ഐ എം ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ തീർന്നു എന്നാണ് അർത്ഥം. ഐ കംപ്ലീറ്റഡ് മൈ വർക്ക് എന്നാണ് പറയേണ്ടത്. സോ ഡിഡ് യു കംപ്ലീറ്റ് യുവർ വർക്ക് എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ what would be your reply? Yes, I'm done with it. Or no, I'm yet to do. Or I'm yet to complete my work. I have not completed my work എന്ന് പറയാം. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. I did not complete my work എന്ന് പറയാം. ഞാൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയാം. അതുപോലെ തന്നെ എന്താ, no, I didn't complete my work എന്ന് പറയാം. Yes, I completed my work എന്ന് പറയാം. ഓക്കെ, ഒന്നെങ്കിൽ no, I didn't complete my work, അല്ലെങ്കിൽ യെസ് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്, അല്ലെങ്കിൽ യെസ് ഐ കംപ്ലീറ്റഡ് മൈ വർക്ക് എന്ന് പറയാം. സോ അടുത്തത്, സോറി ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലായിരുന്നു, ഇതാണ് ശരിക്കുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? അക്സ, can I ask you something? Can I ask you something? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറയാനാണ് ക്യാൻ ഐ ആസ്ക് യു സംതിങ്. സോ ഇതെന്ന് പറയുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനൊരു കാര്യം ചെയ്തോട്ടെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്താ, ഞാൻ നിന്നെ ഒന്ന് വിളിച്ചോട്ടെ, ക്യാൻ ഐ കോൾ യു, അങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് ക്യാൻ ഐ എന്നുള്ളത്. ക്യാൻ ഐ എന്തായാലും ഞാൻ ആസ്ക് യു സംതിങ്, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ, ക്യാൻ ഐ ആസ്ക് യു സംതിങ്. സോ വെൻ ഐ ആസ്ക് ക്യാൻ ഐ ആസ്ക് യു സംതിങ്, വാട്ട് വുഡ് ബി ദ റിപ്ലൈ? Again, sure, come on, or sure, why not? No, അല്ലെങ്കിൽ no you can't. Yeah, no you not the right time. Not the right time അങ്ങനെ പറയാം. no you can't എന്ന് പറയുമ്പോൾ ഇല്ല, പറ്റില്ല, ചോദിക്കണ്ട. അല്ലെങ്കിൽ sure why not എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് ഫ്രേസ്. അതിനെന്താ പിന്നെന്താ അങ്ങനെയുള്ള രീതിയിൽ ഷുവർ വൈ നോട്ട് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നോ യു കാൺട്ട് എന്ന്, ഇല്ല പറ്റില്ല എന്ന് മറുപടി പറയാം. സോ ദീസ് വേർ ദ 10 ബേസിക് ക്വസ്റ്റ്യൻസ്. ഇറ്റ് വാസ് ജസ്റ്റ് പാർട്ട് 1. നിങ്ങൾക്ക് പാർട്ട് 2 ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ just let us know in the comment section, and we'll definitely go for a part 2. സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് വീഡിയോസും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റും കാണാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് റിലേറ്റഡ് കോണ്ടന്റ് കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങളിപ്പം കേട്ടു, ചിലർ എഴുതി വയ്ക്കും, ചിലരത് ഓർത്ത് വയ്ക്കും,
പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. അതായത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. നിങ്ങൾ ആരോട് ചോദിച്ചാലും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. പഠിക്കാൻ പറ്റും, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്, പക്ഷേ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇംഗ്ലീഷ് മിത്രയിൽ ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഒരു ട്രെയിനറുമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എളുപ്പത്തിലും പഠിക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബയോയിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. സോ ദിസ് ഇസ് രേവതി കൃഷ്ണൻ ആൻഡ് Taksa Abraham signing off from English Mithra. Thank you. Thank you. English Mithra. Stop worrying, start learning.